കെയർ സപ്പോർട്ട് വർക്കർമാർക്കുള്ള സൗജന്യ പഠനയിടമായ യുകെ കെയർ വേൾഡിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് കോഴ്സുകൾ, നുറുങ്ങുകൾ, ഉറവിടങ്ങൾ എന്നിവ ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ ഫോർമാറ്റുകളിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ കണ്ടെത്താനാകും. എല്ലാവർക്കും നമസ്കാരം. സേഫ് മാനുവൽ ഹാൻഡ്ലിംഗിനെക്കുറിച്ചുള്ള ഈ പ്രാക്ടിക്കൽ ഗൈഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കും നിങ്ങൾ പരിചരിക്കുന്ന ആളുകൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കെയർ വർക്കേഴ്സിനും കെയർ സപ്പോർട്ട് വർക്കേഴ്സിനും ഒരു പ്രത്യേക സ്വാഗതം. ഈ ഒരു പരിശീലനം ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയതാണ്. നിങ്ങളുടെ ദിവസേനയുള്ള ജോലിയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ, പിന്നെ ഏറ്റവും പ്രധാനമായി സുരക്ഷിതമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാം, അതിനുവേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം സേഫ്റ്റിയിൽ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് നോക്കും. പിന്നെ മാനുവൽ ഹാൻഡ്ലിംഗിലെ റിസ്കുകൾ, നിയമങ്ങളും നിങ്ങളുടെ കടമകളും, സേഫായിട്ട് ഭാരമുയർത്താനുള്ള പ്രധാന തത്വങ്ങൾ, അങ്ങനെ പോയി അവസാനം ആളുകളെ എങ്ങനെ സുരക്ഷിതമായി സഹായിക്കാം എന്നതിനെക്കുറിച്ചും സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാമല്ലേ? സുരക്ഷയിൽ നിങ്ങളുടെ പങ്ക്. സേഫ് പ്രാക്ടീസിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അപകടങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഈ ബേസിക് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. അപ്പോ എന്താണ് ഈ മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്? വളരെ ലളിതമാണ്. നമ്മുടെ സ്വന്തം ശക്തി ഉപയോഗിച്ച് ഒരു ഭാരം, അതെന്തുമാകാം, താങ്ങുകയോ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം എടുക്കുക, താഴെ വയ്ക്കുക, തള്ളുക, വലിക്കുക, കൊണ്ടുപോകുക, ഇവയെല്ലാം ഇതിൽ വരും. നിങ്ങളുടെ ജോലിയിലിത് ഒരു വീൽചെയർ തള്ളുന്നതോ അല്ലെങ്കിൽ ഒരാളെ ബെഡിൽ നിന്ന് മാറ്റുന്നതോ ഒക്കെ ആകാം. ഓക്കെ, അപ്പോൾ മാനുവൽ ഹാൻഡ്ലിംഗ് എന്താണെന്ന് നമുക്കിപ്പോൾ ഒരു ധാരണയായി. ഇനി നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഇതിലെ റിസ്കുകൾ എന്തൊക്കെയാണ്? ഈ ട്രെയിനിംഗ് നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഈ ഭാഗം കഴിയുമ്പോഴേക്കും മനസ്സിലാവും. ഈ ഒരു കണക്ക് നോക്കൂ. ഇത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ രംഗത്ത് ജോലി സംബന്ധമായി ആളുകൾ എടുക്കുന്ന ലീവുകളിൽ 40%, ഓർക്കണം, 40% സാധനങ്ങളും ആളുകളെയും മൂവ് ചെയ്യുമ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പരിക്കുകൾ കാരണമാണ്. അതായത് 10ൽ 4 പേർക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് വളരെ വലിയൊരു സംഖ്യയാണ്. സാധാരണയായിട്ടുണ്ടാകുന്ന പരിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസിൽ സ്ട്രെയിൻ, അതായത് പേശി വലിവ്, പിന്നെ ലിഗമെന്റ് ടിയർ അഥവാ ഉളുക്ക്, ഇതൊക്കെ സാധാരണമാണ്. പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകാം. പ്രൊലാപ്സ്ഡ് ഡിസ്ക്, നമ്മൾ സാധാരണ സ്ലിപ്ഡ് ഡിസ്ക് എന്ന് പറയില്ലേ, അതുപോലെ ഹെർണിയ, സയാട്ടിക്ക, ഇവയൊന്നും വെറും ചെറിയ വേദനകളല്ല. ഒരു സ്ലിപ്ഡ് ഡിസ്ക് വന്നാൽ ചിലപ്പോൾ മാസങ്ങളോളം നിങ്ങളുടെ ജോലിയെ മാത്രമല്ല സാധാരണ ജീവിതത്തെ പോലും ബാധിച്ചേക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ പരിക്കുകളെല്ലാം ഒരുമിച്ചൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്: മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ MSDs. പേര് കേട്ട് പേടിക്കേണ്ട. നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ സഹായിക്കുന്ന പേശികൾ, സന്ധികൾ, ഞരമ്പുകൾ, ഇതിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണിത്. കൂടുതലായും ഇത് വരുന്നത് നമ്മുടെ നടുവിനും കഴുത്തിനും തോളുകൾക്കുമാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കാനായിട്ട് ചില നിയമങ്ങളൊക്കെയുണ്ട്. യുകെയിൽ ഈ നിയമങ്ങൾ നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ പരിചരിക്കുന്ന വ്യക്തികളെയും ഒരുപോലെ സംരക്ഷിക്കാനാണോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിയമപരമായി നമ്മുടെ കടമകളെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് മാനുവൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് റെഗുലേഷൻസ് 1992, അല്ലെങ്കിൽ MHOR. സിംപിളായി പറഞ്ഞാൽ, ജോലിസ്ഥലത്ത് നമ്മൾ ആളുകളെയും സാധനങ്ങളെയും കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ നിശ്ചയിക്കുന്നത് ഈ റെഗുലേഷനാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം: സുരക്ഷ എന്നത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു പങ്കാളിത്തമാണ്. തൊഴിലുടമയ്ക്ക് ചില കടമകളുണ്ട്. അപകടകരമായ ജോലികൾ ഒഴിവാക്കുക, റിസ്ക് വിലയിരുത്തുക, അത് കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതൊക്കെ. അതുപോലെ തന്നെ ഒരു എംപ്ലോയി എന്ന നിലയിൽ നിങ്ങൾക്കും ചില ഡ്യൂട്ടികളുണ്ട്. കമ്പനി തരുന്ന സേഫ്റ്റി നിർദ്ദേശങ്ങൾ പാലിക്കുക, ഉപകരണങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ആരോഗ്യസുരക്ഷാ പോളിസികളുമായി സഹകരിക്കുക, പിന്നെ എന്തെങ്കിലും അപകടസാധ്യത കണ്ടാൽ അത് മാനേജ്മെന്റിനെ അറിയിക്കുക. 2 കൂട്ടരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ ഒരു വർക്ക് പ്ലേസ് ഉണ്ടാക്കാൻ സാധിക്കൂ. ഒരു ജോലി തുടങ്ങുന്നതിന് മുൻപ് പെട്ടെന്നൊരു റിസ്ക് അസസ്മെന്റ് നടത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടൂളാണ് ടൈലോ. ഈ 5 അക്ഷരങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ടി എന്നാൽ ടാസ്ക്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി? വളയുകയോ തിരിയുകയോ ഒക്കെ വേണോ? ഐ എന്നാൽ ഇൻഡിവിജ്വൽ, അതായത് നിങ്ങൾ തന്നെ.
ഈ ജോലി ചെയ്യാനുള്ള കായികക്ഷമത നിങ്ങൾക്കുണ്ടോ? എൽ എന്നാൽ ലോഡ്. നമ്മൾ എടുക്കാൻ പോകുന്ന ഭാരം എന്താണ്? അത് ഭയങ്കര ഭാരമുള്ളതാണോ, പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ? ഇ എന്നാൽ എൻവയൺമെന്റ്. നമ്മുടെ ചുറ്റുപാടെങ്ങനെയാണ്? തറയിൽ വഴുക്കലുണ്ടോ, അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലമാണോ? അവസാനം ഒ, അതായത് മറ്റ് ഘടകങ്ങൾ. ആശയവിനിമയത്തിൽ കുറവുണ്ടോ, അല്ലെങ്കിൽ സമയക്കുറവുണ്ടോ, അങ്ങനെ എന്തെങ്കിലും. ഓരോ തവണയും എന്തെങ്കിലും എടുക്കുന്നതിനു മുൻപ് ഈ ടൈലോ മനസ്സിലോർത്താൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നിയമങ്ങളെക്കുറിച്ചും റിസ്ക് അസസ്മെന്റിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായ ഭാഗത്തേക്ക് വരാം. സേഫായി ഭാരം ഉയർത്തുന്നതിനുള്ള പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തെ പരിക്കുകളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം? ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചെറുതായൊന്ന് അറിയുന്നത് നല്ലതാണ്. നമ്മുടെ നട്ടെല്ല് അതൊരു ലിവർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റായ രീതിയിലൊന്ന് കുനിഞ്ഞ് ഭാരമെടുത്താൽ അപ്പോൾ തന്നെ നടുവിനൊരു പ്രഷർ വരുന്നത്. വളരെ പെട്ടെന്ന് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ വെറും 5 കിലോ ഭാരമുള്ള ഒരു സാധനം തെറ്റായ രീതിയിൽ, അതായത് നടുവ് വളച്ചെടുത്താൽ നിങ്ങളുടെ നടുവിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്നറിയുമോ? ഏകദേശം 100 കിലോ. അതെ, 5 കിലോയ്ക്ക് 100 കിലോയുടെ പ്രഷർ. അപ്പോൾ ഓർത്തു നോക്കൂ, ശരിയായ രീതികൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന്. സേഫ് ലിഫ്റ്റിംഗിന് പ്രധാനമായി 8 തത്വങ്ങളുണ്ട്. നമുക്ക് ആദ്യത്തെ 4 നോക്കാം. ഒന്നാമത്തേത്, എടുക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. എവിടെ നിന്നെടുക്കണം, എവിടെ കൊണ്ടുപോയി വെക്കണം, പോകുന്ന വഴിയിലെ തടസ്സങ്ങളുണ്ടോ, ഇതൊക്കെ പ്ലാൻ ചെയ്യുക. 2, സ്റ്റേബിളായി നിൽക്കുക. കാലുകൾ ഷോൾഡറിന്റെ വീതിയിൽ വെച്ച് ഭാരത്തിന് അടുത്തേക്ക് നിന്ന് ഒരു സ്റ്റേബിൾ ബേസ് ഉണ്ടാക്കുക. 3, നല്ലൊരു ഗ്രിപ്പ് ഉറപ്പാക്കുക. കൈപ്പത്തി മുഴുവൻ ഉപയോഗിച്ച് പിടിക്കുക. 4, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഭാരം ശരീരത്തോട് ചേർത്ത് പിടിക്കുക, അരക്കെട്ടിനോട് ചേർത്ത്. ഭാരം ശരീരത്തിൽ നിന്ന് എത്രത്തോളം അകലുന്നുവോ അത്രയും പ്രഷർ നിങ്ങളുടെ നടുവിനു വരും. ഇനി അടുത്ത 4. 5, നിങ്ങളുടെ കാൽമുട്ടുകൾ മടക്കുക. ഓർക്കുക, നമ്മുടെ കാലിലെ മസിലുകൾക്ക് നടുവിലെ മസിലിനേക്കാൾ എത്രയോ ശക്തിയുണ്ട്. അപ്പോ കാലുകൾ ഉപയോഗിച്ച് ഉയർത്തുക, നടുവല്ല. 6, നല്ലൊരു ബാക്ക് പോസ്ചർ നിലനിർത്തുക. അതായത് നടുവ് വളയ്ക്കാതെ അതിന്റെ സ്വാഭാവികമായ വളവ് നിലനിർത്തുക. നേരെ മുന്നോട്ട് നോക്കുക. 7, തിരിയേണ്ടി വരുമ്പോൾ നടുവ് മാത്രം തിരിക്കരുത്. പകരം കാലുകൾ ചലിപ്പിച്ച് ശരീരം മുഴുവനായി തിരിയുക. 8, സ്മൂത്തായിട്ട് മൂവ് ചെയ്യുക. പെട്ടെന്നുള്ള ജർക്കി മൂവ്മെന്റ്സ് ഒഴിവാക്കുക. ഇത് കൺട്രോൾ കൂട്ടാനും സ്ട്രെയിൻ കുറയ്ക്കാനും സഹായിക്കും. ശരി, അപ്പോൾ സാധനങ്ങൾ എങ്ങനെ സേഫായിട്ട് എടുക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ പരിശീലനത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് കടക്കുന്നത്. ആളുകളെ എങ്ങനെ സുരക്ഷിതമായി സഹായിക്കാം. ഇവിടെ ടെക്നിക്കുകൾ മാത്രം പോരാ, കൂടെ അവരുടെ അന്തസ്സും ബഹുമാനവും കൂടി നമ്മൾ ഉറപ്പാക്കണം. അപ്പോ ഒരു സാധനം എടുക്കുന്നത് പോലെയാണോ ഒരു മനുഷ്യനെ സഹായിക്കുന്നത്? എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഒന്നാമതായി, ആളുകൾക്ക് ഭാരമുണ്ടാകാം, പിന്നെ അവർക്ക് അപ്രതീക്ഷിതമായി ചരിക്കാനും കഴിയും. തെറ്റായ രീതിയിൽ പിടിച്ചാൽ അവർക്ക് പരിക്കേൽക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി അവർക്ക് വികാരങ്ങളുണ്ട്. ചിലപ്പോൾ ആത്മവിശ്വാസം കുറവായിരിക്കാം. അതുകൊണ്ട് ശരിയായ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് വ്യക്തമായി സംസാരിക്കുന്നതും അവരുടെ അന്തസ്സ് നിലനിർത്തുന്നതും വളരെ പ്രധാനമാണ്. ഇതൊരു മെക്കാനിക്കൽ ജോലിയല്ല, മറിച്ച് വളരെ ഹ്യൂമനായൊരു സമീപനം ആവശ്യമുള്ള ഒന്നാണ്. ഒരാളെ സഹായിക്കുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ പഠിച്ച ടൈലിയോ കൂടാതെ ലാഡ് എന്നൊരു അസസ്മെന്റ് കൂടി നടത്തുന്നത് നല്ലതാണ്. ലാഡ് എന്നാൽ എൽ ഫോർ ലുക്ക്, അതായത് നോക്കുക. ആ വ്യക്തിയുടെ തലയുടെയും ശരീരത്തിന്റെയും നിയന്ത്രണം എങ്ങനെയുണ്ടെന്ന് നിരീക്ഷിക്കുക. എ ഫോർ ആസ്ക്, അവരോട് ചോദിക്കുക. അവർക്ക് സാധാരണ എന്ത് സഹായമാണ് വേണ്ടതെന്ന്, അവർക്ക് എത്രത്തോളം തനിയെ ചലിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഡി ഫോർ ഡെമോൺസ്ട്രേറ്റ്, അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നറിയാൻ കൈയൊന്ന് പൊക്കാമോ അല്ലെങ്കിൽ കാലൊന്ന് അനക്കാമോ എന്നൊക്കെ ചോദിച്ച് ചെറിയ ചലനങ്ങൾ ചെയ്യിച്ചു നോക്കുക. ഇത് ആ വ്യക്തിയെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും. ഈ ജോലികൾക്ക് നമ്മളെ സഹായിക്കാൻ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഹോയിസ്റ്റുകൾ, സ്ലിങ്ങുകൾ, സ്ലൈഡ് ഷീറ്റുകൾ, ട്രാൻസ്ഫർ ബോർഡുകൾ, അങ്ങനെ പലതും. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക, ഹാൻഡിലിംഗ് ബെൽറ്റുകൾ. ഇത് പലപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇതൊരാളെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും അസിസ്റ്റ് ചെയ്യാൻ മാത്രമുള്ളതാണ്. അല്ലാതെ ഒരാളെ പൂർണ്ണമായി ഉയർത്താൻ വേണ്ടിയുള്ളതല്ല. അത് വളരെ അപകടകരമാണ്. എല്ലാ ടെക്നിക്കുകൾക്കും എല്ലാ ഉപകരണങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന ഒരേയൊരു കാര്യമുണ്ട്. നിങ്ങൾ ആരെയാണോ സഹായിക്കുന്നത് ആ വ്യക്തിയുടെ അന്തസ്സ് എപ്പോഴും മാനിക്കണം. അതിന് എപ്പോഴും മുൻഗണന നൽകണം. അതാണ് ഈ ജോലിയുടെ കാതൽ. അപ്പോ
നമ്മൾ ഈ പരിശീലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തി. ഇനി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ എങ്ങനെ എന്റെ അടുത്ത ഷിഫ്റ്റിൽ പ്രയോഗിക്കാം? എന്റെ അടുത്ത ഷിഫ്റ്റ് എങ്ങനെ കുറച്ചുകൂടി സുരക്ഷിതമാക്കാം? ഈ പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാ കെയർ വർക്കേഴ്സിനും കെയർ സപ്പോർട്ട് വർക്കേഴ്സിനും ഒരുപാട് നന്ദി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.